നമുക്ക് ഇതിന്റെ ആൻസർ എങ്ങനെയാ ചെയ്യാന്നുള്ളത് നോക്കാം. അപ്പൊ ഞാനിവിടെ ക്വസ്റ്റ്യൻ കാണിക്കണില്ല. അപ്പൊ നിങ്ങൾ എല്ലാവരും ക്വസ്റ്റ്യൻ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ ജേർണൽ എൻട്രി ആൻസർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ഇതിനൊരു ഹെഡിങ് കൊടുക്കണം. ഇൻ ദ ബുക്സ് ഓഫ് എന്ന് പറഞ്ഞ് ഏതാണോ നമ്മുടെ കമ്പനിയുടെ പേര് ആ കമ്പനിയുടെ പേര് ഇവിടെ മെൻഷൻ ചെയ്യണം. ഓക്കെ, അപ്പൊ ഇങ്ങനെ വേണം നമ്മളൊരു ജേർണൽ എൻട്രിയുടെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്ത് തുടങ്ങാനായിട്ട്. പിന്നെ ഇതിന്റെ ഫോർമാറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണല്ലേ. ഇവിടെ ഡേറ്റ് വേണം, പാർട്ടിക്കുലേഴ്സിന്റെ കോളം വേണം, ലെഡ്ജർ ഫോളിയോ വേണം, പിന്നെ എമൗണ്ട് ഡെബിറ്റും ക്രെഡിറ്റും വേണം. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ഹെഡിങ് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഫോർമാറ്റ് കൊടുക്കേണ്ടത്. ഇതില് ഈ ഒരു കോളത്തിന് വീതി കുറവ് മതി, ഇതിന് രണ്ട് സെയിം വീതി ഡേറ്റിനും, പിന്നെ ഇത് കുറച്ച് വലിയൊരു ഏരിയ വേണം. പിന്നെ നമുക്ക് ഇതിന്റെ ഫസ്റ്റ് ട്രാൻസാക്ഷൻ നോക്കാം. ബിസിനസ് സ്റ്റാർട്ടഡ് വിത്ത് ക്യാഷ്. നമ്മൾ എല്ലാ ആസ്പെക്റ്റും അതിന്റെ പറഞ്ഞാണ്. ക്യാപിറ്റലും ക്യാഷും ആണ് വരിക. നമ്മൾ ക്യാഷിന് ഡെബിറ്റും പിന്നെ ക്യാപിറ്റലിന് ക്രെഡിറ്റും ആണ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഫസ്റ്റ് നമുക്ക് ഇവിടെ ഡേറ്റ് കൊടുക്കാം. 5/6/2017 ഇതാണ് ഡേറ്റ് തന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ നമുക്ക് ജേർണൽ എൻട്രി കൊടുക്കുമ്പോൾ ഈ ലൈനിന്റെ അവിടെ നിന്ന് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. ഇവിടെ ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ എന്നുള്ളത് ഇവിടെ ആണ് എഴുതുക. ഡെപ്റ്റർ ടു ക്യാപിറ്റൽ. ഓക്കെ, ഇങ്ങനെയാണ് നമ്മൾ എഴുതേണ്ടത്. 2 എന്ന് എഴുതുമ്പോൾ കുറച്ച് ഇവിടെ സ്പേസ് വിട്ടിട്ട് ടു ക്യാപിറ്റൽ എന്ന് പറഞ്ഞിട്ട് വേണം എഴുതാനായിട്ട്. ഇവിടെ നിങ്ങളൊന്നും ചെയ്യണ്ട. ഇവിടെ ഈ ഡെപ്റ്ററിന്റെ നേരെ ഫസ്റ്റത്തെ ക്യാഷ് അക്കൗണ്ടിന്റെ നേരെ ഇവിടെ ഒരു എമൗണ്ട് കൊടുക്കണം. എത്രയാണ്? നമ്മൾ 2 lakh അല്ലേ പറഞ്ഞത്? 2 lakh ഇടാം. അതേപോലെ തന്നെ ഇവിടെ ടു ക്യാപിറ്റലിന്റെ നേരെയും ഇവിടെ 2 lakh. ഓക്കെ, അപ്പൊ ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ നമ്മുടെ എൻട്രി കംപ്ലീറ്റ് ആയോ? ഇല്ല, നമുക്ക് ഇതിന് നറേഷനും കൂടി കൊടുക്കണം. നറേഷൻ കമ്പൽസറി ആണ്. ഓക്കെ, അപ്പൊ ഒന്നുമില്ല, വേറെ ഒന്നും ചിന്തിക്കാനൊന്നുമില്ല. നമുക്ക് എന്താണോ ആ ട്രാൻസാക്ഷൻ തന്നെ അതൊന്ന് ബ്രാക്കറ്റിലാക്കി എഴുതിയിട്ടാൽ മതി. ഓക്കെ, സ്റ്റാർട്ടഡ് ബിസിനസ് വിത്ത് ക്യാഷ്. ഇങ്ങനെ ചെയ്ത് ഇവിടെ ഒരു ലൈൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ ഒരു ട്രാൻസാക്ഷൻ കംപ്ലീറ്റ് ആയി. ഓക്കെ, ഇതേപോലെയാണ് നമ്മൾ ഓരോ ട്രാൻസാക്ഷൻസ് ചെയ്യേണ്ടത്. നമ്മൾ ഓൾറെഡി നമ്മൾ ഡെബിറ്റും ക്രെഡിറ്റും ഒക്കെ പറഞ്ഞതാണ്. ജസ്റ്റ് ഒന്ന് ഫിൽ ചെയ്ത് കൊടുക്കുക. അപ്പൊ നിങ്ങൾ ക്വസ്റ്റ്യൻ കിട്ടുമ്പോൾ തന്നെ അതിന്റെ സൈഡിൽ നിങ്ങൾ മാർക്ക് ചെയ്ത് വെച്ചാൽ മതി. ഏതൊക്കെ ആസ്പെക്ട് ആണ്, ഏതാണ് ഡെബിറ്റ് ഏതാണ് ക്രെഡിറ്റ് എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് എഴുതുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിരിക്കും. ഓക്കെ, ഇനി രണ്ടാമത്തെ ട്രാൻസാക്ഷൻ ഓപ്പൺ എ ബാങ്ക് അക്കൗണ്ട് വിത്ത് സിൻഡിക്കേറ്റ് ബാങ്ക് എന്നാണ് പറയുന്നത്. ബാങ്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്തു. സോ ബാങ്കിൽ അത്രയും ക്യാഷ് കൂടി, നമ്മുടെ ഇവിടുത്തെ ക്യാഷ് കുറഞ്ഞു. സോ ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് എന്നാണ് ജേർണൽ എൻട്രി വരാം. അപ്പൊ നമ്മൾ ആദ്യം ഡേറ്റ് എഴുതി കൊടുക്കുക. എൻട്രി വരുന്നത് ബാങ്ക് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ്. എമൗണ്ട് 80,000. ഓക്കെ, ഇനി ഇതിന്റെ നറേഷൻ എഴുതണം. നമുക്ക് സെയിം ട്രാൻസാക്ഷൻ നിങ്ങൾ എഴുതിയാൽ മതി, ഫിൽ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് മൂന്നാമത്തെ നോക്കിയാലോ. പർച്ചേസ്ഡ് ഗുഡ്സ് ഓൺ ക്രെഡിറ്റ് ഫ്രം അമൽ. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞു അമലിനുള്ളത് ക്രെഡിറ്റർ ആണ്. സോ ആളെ ക്രെഡിറ്റ് ചെയ്യണം. ദെൻ പർച്ചേസ് നമ്മൾ ഗുഡ്സ് ആണ് വാങ്ങിച്ചല്ലേ. അപ്പോൾ ഡേറ്റ് 12/6/17 ആണ്. ഇതില് ക്രെഡിറ്ററിന് പർച്ചേസ് ആണ് ചെയ്തത്. സോ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റർ നമ്മൾ എപ്പോഴും പർച്ചേസ് ചെയ്യുമ്പോൾ നമ്മൾ ഡെബിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. എക്സ്പെൻസ് ആയതുകൊണ്ട് ടു അമൽ ക്രെഡിറ്റർ ആയതുകൊണ്ട് നമ്മൾ ക്രെഡിറ്റും ചെയ്യണം. ഓക്കെ, എത്രയാണ് എമൗണ്ട്? 30,000. എന്നിട്ട് ഇതിന്റെ നറേഷൻ ഈ ട്രാൻസാക്ഷൻ അങ്ങനെ തന്നെ നിങ്ങൾ ഫിൽ ചെയ്ത് വെക്കാം. ഇവിടെ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് ബാക്കി നോക്കാം.